ഇതെൻ്റെ പാപ്പനാട്ടോ. പാപ്പനിപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത് ദുബായിലാണ്. അപ്പോൾ പാപ്പ വന്നപ്പോൾ നമ്മൾ കുഞ്ഞിപ്പെണ്ണിനെ ആദ്യമായിട്ട് കാണാനുണ്ട്. അപ്പോൾ പാപ്പ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോൾക്ക് ഇപ്പോൾ ഒരു പരിചയക്കുറവൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല, അവൾ ആരുടെ അടുത്തും പോകാത്തൊരു എന്താ പറയുക, ആരുടെ അടുത്തും പോകത്തില്ല. പക്ഷെ പാപ്പൻ്റെ അടുത്ത് കുറേ നേരം പാപ്പ പോണ വരെ പാപ്പൻ്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ. പാപ്പൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഫ്രണ്ടിലിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ കണ്ടാലും അവളിങ്ങനെ വാശി പിടിക്കുന്നതാട്ടോ. ഇതൊരു പ്രശ്നമൊന്നുമില്ല. ഇത് മേമ, ഇത് അമ്മുട്ടി, ഇനി ഒരാളും കൂടി ഇതൊരു കുറവുണ്ട് കേട്ടോ. അവൻ്റെ കുഞ്ഞിപ്പെണ്ണിൻ്റെ മാമൻ, അത് മാമൻ, ആള് ദുബായിലാണ്. അപ്പോൾ ആള് എത്തിയിട്ടില്ല. ഈ പാപ്പനെ എന്നെ ചെറുപ്പത്തിൽ ഒരുപാട് എടുത്ത്, ഈ പാപ്പല്ല 2 പാപ്പന്മാരുണ്ട്, ഇങ്ങനെ എടുത്തൊക്കെ നടന്നായിരുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ ഇപ്പോൾ സച്ചിപ്പാപ്പുണ്ട് കേട്ടോ. സച്ചിപ്പാപ്പ വിളിക്കും, കുഞ്ചീന്ന് വിളിക്കുന്നുണ്ടായി എൻ്റെ മോളെ. അതേപോലെ കേട്ടോ, ഏറ്റവും ഇളയ പാപ്പനാണ് സച്ചു. അതുപോലെ തന്നെയാണ് ഈ പാപ്പന് എൻ്റെ ഏറ്റവും ഇളയതായിരുന്നു. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ പാപ്പന് ഓർമ്മയുണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല. എന്നെ കുഞ്ചീന്നൊക്കെ കേട്ടോ പാപ്പൻ വിളിച്ചിരുന്നത്. അതേപോലെ തന്നെ കേട്ടോ ഇപ്പം എൻ്റെ മോളി സച്ചു വിളിക്കുന്നത് കുഞ്ചീന്ന്. അങ്ങനെ പാപ്പനൊക്കെ വന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പോയിട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞാനും പിന്നെ കൂടി ഇങ്ങോട്ട് ഒന്ന് വൈമാളിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഞാൻ മുന്നേ സ്റ്റുഡിയോയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഉള്ളവർക്ക് എന്താ പറയുക, വൈമാളിൽ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു എന്താ പറയുക, രാജ്യത്ത് എവിടെ പോണ പോലെ കേട്ടോ. കാരണം ഈ ഭാഗത്തൊരു നല്ല മാളെന്ന് പറയാൻ വേറെ ഒന്നുമില്ല. ആകെ തൃപ്രയാറും വൈമാളും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എന്തിനെങ്കിലും പിള്ളേഴ്സായിട്ടാണെങ്കിൽ എങ്ങനെയും പോകുമ്പോൾ പറയും വൈമാളിൽ പോവുക എന്ന് പറഞ്ഞിട്ടായിട്ട് ഇറങ്ങിപ്പോരും. ഇപ്പോൾ പിന്നെ ചൂടായ കാരണം ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്നിരിക്കുക നല്ലത് കേട്ടോ. പുറത്ത് എന്താ പറയുക, എന്തെങ്കിലും വാങ്ങാനായിട്ട് തിരിഞ്ഞ് നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ പരമാവധി എന്തെങ്കിലുമൊക്കെ വാങ്ങുക എന്നുള്ളതിൽ വന്നതാണ് കേട്ടോ. അങ്ങനെ അതെ നമ്മളെ കുഞ്ഞിപ്പെണ്ണ ഇടയിൽ വാശി പിടിക്കലും കരച്ചിലും ഉറക്കമൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല, വാങ്ങാനൊന്നുമില്ല, എന്നാലും പിന്നെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കി നടക്കണം. അപ്പോൾ ബേക്കിൻ്റെ സെക്ഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ ചെറുതാട്ടോ. പക്ഷേ ഭയങ്കര റേറ്റ് തന്നെ, നല്ല റേറ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ എടുത്ത് അതിന് ശേഷം ഇങ്ങനെ പോകുന്നു കേട്ടോ. എന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്ന ബേക്കുകളായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ വെറുതെ അത് എടുത്ത് നോക്കി ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ പോകുന്നു കേട്ടോ. ഒക്കെ നല്ല ബാഗുകളാട്ടോ. ചിലപ്പോൾ ബ്രാൻഡ് ബാഗുകളായിരിക്കും. ഞാൻ അങ്ങനെ നോക്കാനും കാര്യങ്ങളൊന്നും ഇന്നില്ല, ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് അങ്ങോട്ട് പോകുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ 8 മണിക്ക് എന്താ പറയുക, ടോയ്സും പിള്ളേർ കളിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടേക്കൊന്ന് പോയിട്ട് ഈ പെട്ടിയിലുള്ളിൽ കിടക്കുന്നത് എന്താണ് ഇതിനെ പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇങ്ങനത്തെ ബൊമ്മകൾ എടുക്കുമല്ലോ, അതിനെടുത്ത് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഒന്ന് വന്നതാട്ടോ. ഞാൻ വേഗം എത്താൻ ശരിക്കും പറഞ്ഞാൽ പറ്റിപ്പാട്ടോ എനിക്ക് തോന്നിയതാട്ടോ. എന്ന് വെച്ചാൽ ഈ സംഭവം ഒന്ന് നമ്മൾ ഒന്ന് ഈ എന്താ പറയുക, ഈ ബൊമ്മേനെ എടുക്കാൻ നിൽക്കുമ്പോൾ, ഈ ടോയ് എടുക്കാൻ നിൽക്കുമ്പോൾ ഒന്ന് ബലത്തിൽ പിടിക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അവരിതാക്കി ഒരു വട്ടം നമുക്ക് അതിനുള്ള എടുക്കാനുള്ളൊരു ഓപ്ഷനും ഉള്ളൂ കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ ആക്കിയിട്ട് ഒന്ന് അമർത്തി പിടിച്ചാലല്ലേ നമുക്ക് ആ ടോയ് എടുക്കാൻ പറ്റുള്ളൂ. ഇത് ജസ്റ്റ് അവർ കണ്ടോ ഇങ്ങനെ എടുക്കുക, വിടുക, അതോടുകൂടി നമുക്കത് കിട്ടുന്നില്ല. നമ്മൾ 100 രൂപ വെച്ച് പോവുകയും ചെയ്യുന്നുണ്ടോ ഒരു പ്രാവശ്യം കളിക്കുന്നതിന് അങ്ങനെ. അപ്പോൾ അത് കുറച്ച് നേരം അവിടെ അതൊക്കെ നോക്കി നിന്ന് പിന്നെ എന്താ പറയുക, അടുത്തോട്ട് പോകുന്നു കേട്ടോ. ഈ വൈമാളിലെ ഏറ്റവും താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ എന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ ഓരോരോ ഐറ്റംസ് എല്ലാ പ്രാവശ്യം ഉണ്ടാവുന്നുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾ ഇന്നലെ ചെന്നപ്പോൾ ഉണ്ടായിരുന്നത് ബുക്സാണ്, ബുക്സിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീം ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് സെക്ഷനായിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ നമ്മളെ കിത്തുമണിയിൽ നിന്ന് കുറച്ച് ബുക്കും എന്താ പറയുക അവരുടേതായ പ്രായത്തിൽ നോക്കണ ബുക്കൊക്കെ ഇരുന്ന് നോക്കുന്നുണ്ടായിരുന്നു മോൻ. അത് കഴിഞ്ഞ് നേരെ പിന്നെ വേറെ ഒന്നും എടുത്തില്ല കേട്ടോ. നേരെ പോന്ന് പുറത്തിറങ്ങി എന്താ പറയുക തൊട്ടടുത്ത് തന്നെ ചേട്ടൻ്റെ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കയറി അതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ പോകുന്നു കേട്ടോ.